ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അയമോദകമാണ്, ക്യാരം സീഡ്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച ഓയിലാണ് കേട്ടോ, നല്ല ചൂടുള്ള ഓയിലാണ്. ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, കാരണം നമ്മൾ തിളച്ച എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ ഒരു ചൂട് മാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ക്യാബേജും, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയും, പിന്നെ ഒരു വലിയ സവോളയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പാനിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ചതച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചതച്ചത് ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. ഇനി ഇതിന് ക്യാബേജ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുട്ടികളൊക്കെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ധാരാളം പച്ചക്കറികളും ഒക്കെ ചേർന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിതിവിടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വേവിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. എങ്ങനെ വേണോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള മിക്സിയിലാക്കി കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നല്ല ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം വെന്തിട്ടുള്ളതാണ് രണ്ടും വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങും അതുപോലെ ബാക്കിയുള്ളതും വെന്തിട്ടുള്ളതാണ്. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതിയാകും. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ ഉടച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഞാനിവിടെ കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ വേറെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. കുരുമുളക് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അല്പനേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവും ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മസാല തയ്യാറാക്കിയതിന് ശേഷം മാവ് റെഡിയാക്കി എടുത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പത്തിലെടുക്കേണ്ട, ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലിപ്പത്തിലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് വലിപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. പൂരിക്കൊക്കെ പരത്തുന്ന അത്രയും വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതിയാകും കേട്ടോ. അതുപോലെ ഇത് പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ കട്ടി കുറയാനും പാടില്ല, അതുപോലെ കൂടാനും പാടില്ല. കട്ടി കൂടിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുപോലെ നൈസായി കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ
നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 മുട്ട കൂടി സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാവുന്നതാണ്. ചിക്കനൊക്കെ വേവിച്ച് ചേർക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം അതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിത് ആദ്യം പരത്തിയത് ചെറുതായിട്ടൊന്ന് കട്ടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഫില്ലിങ് കുറച്ചൊന്ന് പുറത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളിത് പരത്തുമ്പോൾ തീരെ നൈസായിട്ട് പരത്തരുത്. കുറച്ചൊന്ന് കാരണം അതിനകത്ത് നല്ല ഹെവി ആയിട്ടാണ് വെജിറ്റബിൾസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 5 മിനിറ്റൊക്കെ മതിയാകും. 10 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റിൽ തന്നെ. ഇനി നിങ്ങൾ ഇത് ഫ്രൈ ചെയ്യാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ ഇത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2-3 തവണയായിട്ട് തിരിച്ചും മറിച്ചുവിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടായാലും മതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മളിത് ഓൾറെഡി വേവിച്ചിട്ടുള്ളതായതുകൊണ്ട് എണ്ണയിൽ അധികം നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പുറഭാഗം ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയോ മല്ലിയിലയോ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഒന്നുകിൽ ഇത്രയും എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 2 രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ആവിയിൽ വേവിച്ചതിന് ശേഷം അല്പം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക. നമ്മൾ സാധാരണ വേവിച്ചിട്ടുള്ളതാണെങ്കിൽ അധിക സമയം എണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അല്പം ടൈം എടുക്കും ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കുക. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്